ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താ പറയുക, അതിനകത്ത് ഹാർട്ടിലൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു അറ്റാക്ക് വന്ന ഒരു എല്ലാ കേസും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്കൊരു ടിപ്പിക്കൽ പേഷ്യൻ്റ് നോക്കാം. ഹാർട്ടിൽ ഒരു രക്തക്കുഴൽ ബ്ലോക്കായി, നമ്മൾ ആ ബ്ലോക്ക് തുറന്നു, അവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അവിടെ ഒരു സ്റ്റെൻറ്റ് ഇട്ടു. അതായത് അവിടെ ഒരു കംപ്ലീറ്റ്ലി അടഞ്ഞു പോയ ഒരു രക്തക്കുഴലിനെ നമ്മളത് തുറന്നു വെച്ചിട്ട് അത് പിന്നെ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റെൻറ്റ് ഇടുന്നത്. ആ അറ്റാക്ക് ഉണ്ടായ ആ സമയം കൊണ്ട് അത് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ മസിലിന് ചിലപ്പോൾ ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗത്ത് ചെറിയൊരു ഹാർട്ടിൻ്റെ പമ്പിങ് കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അവർക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ മെഷർമെൻറ്റ്സ് അത് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബാക്കിയുള്ള രക്തക്കുഴലുകളിൽ എത്ര ബ്ലോക്ക് ഉണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് എത്രയുണ്ട് എന്നുള്ളത്. സോ നമ്മളെപ്പോഴും ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അവരൊരു എക്സസൈസ് പ്ലാനും കൂടെ നമ്മൾ അവരോട് പറയും. ഇങ്ങനെ ചെയ്യണം. അതൊരു ഗ്രേഡഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ കൂടുതലായിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട് പെട്ടെന്നൊരു ദിവസം ചെയ്യുന്നത് അവർക്കും നല്ലതല്ല. ആൻഡ് ഈ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് വളരെ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നല്ലപോലെ വെയിറ്റ് കുറച്ച് വളരെ നല്ല കൊളസ്ട്രോൾ, വളരെ നല്ല ഷുഗേഴ്സ്, വളരെ നല്ല സ്റ്റേബിളായിട്ടിരിക്കുന്ന പേഷ്യൻസിന് അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്.